വന്നൊന്നൊന്ന് ഫീൽ ചെയ്താൽ മതി. കണ്ട തോന്നണ്ട, ഇത്രയും പോലും ആവശ്യമില്ല നമുക്ക്. നീങ്ങുന്നതനുസരിച്ച് ഇനി വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന അങ്ങനെയാണ് നമ്മൾ. അല്ലാതെ അത് ചവിട്ടി താഴ്ത്തി കൺഫേം ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ നേരത്തെ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയി ചവിട്ടുന്നതുകൊണ്ടാ ചവിട്ടി താഴ്ത്തുന്നത്. അതേല് പെട്ടെന്ന് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞില്ലേ, വണ്ടി എന്നെ വലിച്ചുകൊണ്ട് ഓടുന്ന പോലെ. അത് എടുത്ത് ചവിട്ടുന്നതുകൊണ്ട് അതേലേക്ക് ഒരു തമ്പ് അതേല് ചെന്നാൽ മതി, അല്ലെ ചെരുപ്പിന്റെ ഒരു തുമ്പ് അവിടെ എത്തിയാൽ മതി. ഒന്ന് ബ്രേക്കിൽ വന്നേ. ആ ചെരുപ്പ് ഒരു ഇതാണല്ലേ, ഊരി ഊരി വരുന്നു. ഷൂ ഉണ്ടായിരുന്നു, വീട്ടിലിട്ടിട്ട് പോന്നു. ബ്രേക്ക് പ്രസ് ചെയ്യും, ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്നേ. അത്രേ ഉള്ളൂ. ബ്രേക്കിലേക്ക് ഒന്ന് വന്നേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്നേ. ആക്സിലേറ്റർ ഒന്ന് കൊടുത്തേ. നോക്കണ്ട, കുഞ്ഞിഞ്ഞ് നോക്കണ്ട അതിൻ്റെ അതേല്. ബ്രേക്കിലേക്ക് വന്നേ. ഇപ്പോഴും പൊക്കിക്കൊണ്ട് പോവുക. കാല് ബ്രേക്കിന് നേർക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ വെച്ചോ. എന്നിട്ട് ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്തേ. ആക്സിലേറ്റർ വേണ്ട, അപ്പോൾ ആ തമ്പ് മാത്രം ഒന്ന് റൈറ്റിലേക്ക് പോയാൽ മതി. ഒന്ന് ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോയിക്കേ. ഒന്ന് കൊടുത്തേ ആക്സിലേറ്റർ. ഓക്കെ ആണോ? അതും പ്രഷർ കൊടുത്തൊന്നും ചവിട്ടി താഴ്ത്തുകയും വേണ്ട. ഒന്ന് ബ്രേക്കിൽ വന്നേ. അത്രേ ഉള്ളൂ. ആക്സിലേറ്ററിലേക്ക് വന്നേ, കൊടുത്തേ ഒന്ന്. അത് കൺഫേം ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒന്നുകൂടെ ബ്രേക്കിൽ വന്നേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് പോയിക്കേ. ഓക്കെ ആണോ? കംഫർട്ടാണോ? ഒന്ന് ബ്രേക്ക് ചെയ്തോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്തോ ചെയ്യണം? അല്ല, സീറ്റ് ബെൽറ്റ് ഇടണം. ആ, ഓക്കെ ആണോ? മിററിൽ ഈ 3 മിററിലും ഓക്കെ ആണെന്ന് നോക്കി കാണാവാ. നമ്മുടെ വണ്ടിയുടെ ഒരു പോർഷനും കാണണം, ബാക്കി ഔട്ട് സൈഡും കാണണം. അങ്ങനെ തന്നെയാണോ നോക്കി? അവിടെ അത് തന്നെയാണ്. ഈ മിററിൽ പ്രോപ്പറായിട്ട് ബാക്ക് കാണാമല്ലോ, ഉറപ്പല്ലേ? ഇനി എന്ത് ചെയ്യണം? മാറണം. വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ ഏത് ഗിയർ ഇടണം? ഡ്രൈവിലേക്ക്. ഒന്ന് ഡ്രൈവിലേക്ക് മാറിക്കാം. ഓക്കെ ആണ്. ഇനി വണ്ടി നീങ്ങണമെങ്കിൽ എന്ത് വേണം? ഉറപ്പല്ലേ? ടെൻഷൻ ആവരുതേ. ഒന്ന് പതിയെ ഒന്ന് മുന്നോട്ടൊന്ന് നീക്കിയിട്ട് നിർത്തി നോക്കിക്കേ. നിൽക്കുമ്പോ എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് വല്ലതും കിടപ്പുണ്ടാന്ന് നോക്കിയ മീറ്ററിൽ. അതെന്തുമായിരിക്കും? പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്ന് കാണിക്കുക. അത് ഓഫ് ചെയ്യണം. അത് തന്നെ. ഓക്കെ അല്ലേ? ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് നീക്കിയിട്ട് നിർത്തിക്കുക. പേടിക്കണ്ട, നിർത്തിക്കുക. അത്രയും പവർ വേണ്ട മോളെ ബ്രേക്ക് ഔട്ടുമ്പോ. കയ്യിലും മുഖത്തും എല്ലാം ഗൗരവമുണ്ട്. മോളെ ഒരു കാര്യം കൂടെ മോക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഈ വണ്ടി വീട്ടിൽ കിടക്കുന്നല്ലോ, ആരും ഓടിക്കുന്നില്ല, ശരിയല്ല? അപ്പൊ എത്ര രൂപയുടെ നഷ്ടം നമുക്ക് വരുന്നുണ്ട്? വണ്ടിയുടെ ടാക്സ് ഓരോ ദിവസം ആകുമ്പോൾ മൈനസ് ആകുന്നു, ഇൻഷുറൻസ് മൈനസ് ആകുന്നു, വണ്ടി കിടക്കുമ്പോൾ ടയർ ഇതാകുന്നുണ്ട്, ഡാമേജ് വരും, കിടക്കും തോറും ഡാമേജ് ആകുക. അങ്ങനെ ഓരോ കാര്യത്തിനും ഡാമേജ് വരുക. അപ്പം നമ്മൾ വെറുതെ കിടന്നിട്ടാണ് പൈസ മുടക്കുന്നത് നശിക്കുമ്പോൾ. വേണ്ട, ഇത് മോക്ക് ഓടിക്കാൻ അറിയത്തില്ല, ഓടിക്കാൻ പഠിക്കുവാണ്. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഉരഞ്ഞാലുവാ, തട്ടിയാലുവാ. നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളായിട്ടാണ് നശിപ്പിച്ച് പൈസ കളയുന്നത്, ശരിയല്ല? അങ്ങനെ വേണം. അതാ വെറുതെ കിടന്ന് നശിക്കണം, ട്രൈ ചെയ്യണം. അതാണ് വേണ്ട. അപ്പം നമുക്ക് അതിന് പേടി വേണം, പാടില്ല. ഒന്ന് എന്റെ മക്കൾ മുന്നോട്ട് പതുക്കെ ഒന്ന് എടുത്തിട്ട് ചുമ്മാ മുന്നോട്ടൊന്ന് എടുത്തിട്ട് നിർത്തിയാൽ മതി. ഒരിത്തിരി ദൂരം ഒന്ന് മുന്നോട്ടൊന്ന് എടുത്തിട്ട് നിർത്തിയാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പൊ നിർത്തുന്നത് തന്നെ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ നോക്കിയാൽ. ഇപ്പൊ നമ്മൾ മാക്സിമം സോഫ്റ്റ് ആയിട്ട് അഴിച്ചു കൊടുത്തിട്ടാ വണ്ടിയെ നീക്കിയത്. അതുപോലെ സോഫ്റ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ നോക്കിയാൽ. അതിനൊന്ന് നിർത്തി നോക്കിയാൽ കണ്ടാ, കുറച്ചുകൂടി ഈസി ആയില്ലേ? ഒന്നുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒന്ന് നിർത്തി നോക്കി. ഒന്ന് നിർത്തിക്കാം. ഇത്രേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ നിർത്തേണ്ടത്. പ്രഷർ കൊടുത്ത് നിർത്തായിരുന്നാൽ മതി. അത് എമർജൻസിയാ. ഒരാൾ പെട്ടെന്ന് മുന്നിൽ വന്ന് നിർത്തിയേ പറ്റുള്ളൂ. ഉടനെ സഡൻ ആയിട്ട് നമുക്ക് ചവിട്ടി നിർത്താം. മറ്റത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നിർത്തുക. അവിടെ നിർത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു വരിക. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ബ്രേക്കിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടു നിർത്തിയാൽ മതി നമുക്ക് ഉദ്ദേശിക്കുന്നിടത്ത്. ഓക്കെ ആണോ? ഒന്നുകൂടെ മുന്നോട്ട് നീക്കിയിട്ട് നിർത്തിക്കുക. നിർത്തിക്കുക. ഇത്രേ ഉള്ള കാര്യം. ന്യൂട്രലാക്കി തന്നു. ആയാ? ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓണാക്കിയ? ഓണായാ? ഈ സ്റ്റിയറിംഗ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച്
തിരിക്ക് തിരിക്ക് തിരിക്ക്. ആത്മാർത്ഥമായിട്ട് തിരി. ഇത് റോബോട്ടിനെ പോലെയാ. ആത്മാർത്ഥമായിട്ട് തിരിക്ക്. തിരിക്ക്. ഓക്കെ, ഇന്ന് റൈറ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ചേ. അതായിട്ട് നോക്കണ്ട, ഫുള്ള് തിരിക്ക്. തട്ടി നിൽക്കൂ അത് അവസാനം. ഓക്കെയാണ്. ഒന്ന് ലെഫ്റ്റിലേക്ക് ഫുള്ളൊന്ന് തിരിക്കുമ്പോൾ ഒന്ന് കൗണ്ട് ചെയ്തോണ്ട് മനസ്സിൽ എത്ര സമയം എടുക്കുമെന്ന് അറിയാല്ല. ലെഫ്റ്റിലേക്ക് മുഴുവനും തിരിച്ചേ, ഒന്ന് കൗണ്ട് ചെയ്തോണ്ട്. ഉറപ്പാണ്. റൈറ്റിലേക്ക് ഒന്ന് അതുപോലെ ഒന്ന് കൗണ്ട് ചെയ്ത് തിരിച്ചേ. അത് നിസാര കാര്യമല്ല കേട്ടാ, ആദ്യം തിരിച്ച പോലെ അല്ല. ഇപ്പൊ തിരിക്കുന്ന കണ്ടാ, ഇങ്ങനെ നമുക്ക് വണ്ടി തിരിക്കേണ്ടത്. കൈ എടുത്ത് മാറ്റി കറങ്ങി 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 തന്നെ തിരിക്കേണ്ടത്. ശരിയല്ലേ? ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചോണ്ടിരുന്നത്. നേരെയാക്കി സ്റ്റിയറിംഗ് ഒന്ന് മതി. ഒരു റൗണ്ട് ആ മതി. ഓക്കെയാണ്. മസിൽ പിടിക്കരുത്, മുഖത്ത് എയർ പിടിക്കുന്നുണ്ട്, കയ്യിലും അത്രയും പ്രഷർ എടുക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറെ കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് പോയി നോക്കാം മുന്നോട്ട്. മുന്നിലേക്ക് പോണേ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആക്കിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും നല്ല ധൈര്യമുള്ളതാ. ശരിയല്ല? ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. എന്താ ധൈര്യം ഉണ്ടെന്ന് പറയാൻ കാര്യം? ധൈര്യമുണ്ട്. ധൈര്യമില്ല? ഉണ്ട്. എന്റെ മക്കൾക്ക് ധൈര്യമുണ്ട്. അപ്പം മോള് സ്വയമേ പാനിക്കാവുക. മനസ്സിലായ? ശരിയല്ല? ഉണ്ടാക്കിയെടുക്കുന്നതാണത്. അത് വേണ്ട വേണ്ട. കൂളായിട്ട് എന്റെ മക്കള് കൂളായിട്ട് ചെയ്ത ഒരു കാര്യമില്ല. ഫ്രീ ആയിട്ട് ചെയ്ത കേട്ടോ. എടുക്കും ഞാൻ എനിക്കുള്ള തുണി കേട്ടാ. ഇനി മൊത്തത്തിലൊന്ന് നോക്കിയാൽ ഗിയർ ഇട്ട് പോവാൻ റെഡിയായ ഇതിനകത്തേക്ക് ഒന്ന് നോക്കണം. ആ വാർണിംഗ് ലൈറ്റ് ഉണ്ട്, അത് ഓഫായാ ഓക്കെ അല്ലേ? ചുമ്മാ റിലാക്സ് ആയിട്ടിരിക്കണം. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ വണ്ടിയുടെ. ഈ കയ്യിൽ അത് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ ആണ്. അത് ഓഫ് ചെയ്യേണ്ടി വരുവാ നമ്മള്. ഓഫ് ചെയ്യേണ്ടി വരില്ല തിരിക്കാനാണെങ്കിൽ. ഒരു ടേണിങ് എടുക്കുകയാണെങ്കിൽ തന്നെ ഓഫ് ആയിക്കോളും. അല്ലെങ്കിൽ ഓഫ് ചെയ്യണം. ഓക്കെ, റൈറ്റ് എന്നിട്ട് എപ്പോഴും വണ്ടി മുന്നിലേക്ക് എടുക്കുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ആ മിറർ നോക്കണം. ഓക്കെ ആണോ? ബാക്കിൽ വണ്ടി ഇല്ലാത്ത സമയത്ത് വേണം മുന്നിലേക്ക് നീങ്ങാൻ. പുറകോട്ടിരിക്കട്ടെ. എവിടെ ശ്രദ്ധിക്കണം? ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, എവിടെ ശ്രദ്ധിക്കണം ഇത് ഓടിച്ചോണ്ട് പോകുമ്പോ? നേരെ ശ്രദ്ധിക്കണം, പിന്നെ ഈ മിറർ ശ്രദ്ധിക്കണം, പിന്നെ ഇങ്ങോട്ടാ പോണെങ്കിൽ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം, എല്ലാം നോക്കണം. ആണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയട്ടെ. ഇങ്ങനെ നോക്കുന്നതിനൊക്കെ കൂടുതൽ ഇങ്ങനെ നോക്കിക്ക്. ഇങ്ങനെ ഈ പൂഴി കൂട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ സൈഡ് എന്ന് വിചാരിച്ചു. അതായത് എൻഡ് റോഡിന്റെ. ഈ വണ്ടി അകന്ന് നിൽക്കുകയാണ് അടുത്ത് നിൽക്കുകയാണ്? സൈഡിൽ ആണോ? ഉറപ്പാണ്? ഒരുപാട് അടുത്ത് നിൽക്കുകയാണോ അതോ മിനിമം അടുത്ത് നിൽക്കുകയാണോ? ശരി. ഇങ്ങനെ തന്നെ മുന്നിലേക്ക് പോയാ അടുത്ത് പോവോ അതോ അകന്ന് പോവോ വണ്ടി? തിരിക്കുക അല്ലല്ല, അത് വേണ്ട. തിരിക്കുകയും വളയ്ക്കുകയും വേണ്ട. ഇപ്പൊ കിടക്കുന്ന പൊസിഷനിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വണ്ടി സൈഡിൽ നിന്ന് അകന്നായിരിക്കോ പോകുന്നത് അതോ അടുത്തായിരിക്കും പോകുന്നത്? ഉറപ്പല്ലേ? കാരണം എന്ന് വെച്ചാൽ ആ ബോർഡിന്റെ അടുത്തേക്കായിരിക്കും വണ്ടി പോകാൻ പോണത്. ശരിയല്ലേ? കാരണം ആ പൊസിഷനിലാണ് ഇത് കിടക്കുന്നത്. ഇങ്ങനെ നോക്കിക്കേ. നേരെ മുന്നോട്ട് പോവാണെങ്കിൽ ഈ വണ്ടി അങ്ങോട്ട് പോകുന്ന തോന്നുന്നത്. ഒന്നും ആക്കണ്ട. ഇങ്ങനെ നോക്കിയിട്ട് ഈ വണ്ടി അങ്ങോട്ടായിരിക്കും പോകാൻ പോണത്. ഉറപ്പാണ്? അകന്ന് കിടക്കുകയാണെന്നാണ് ഇവിടുന്ന് നോക്കുമ്പോ തോന്നുന്നതെന്ന് ഞാൻ ചോദിച്ചത്. നേരെ മുന്നിലേക്കുള്ള വ്യൂ എടുത്താൽ ഈ വണ്ടി അങ്ങോട്ട് പോകുന്നതായിട്ടാ തോന്നുന്നത്. ഉറപ്പാണ്? അല്ല, ഇങ്ങോട്ട് പോകുന്നതായിട്ടല്ലല്ലോ തോന്നുന്നത്, അകന്ന് പോകുന്നതായിട്ടല്ലല്ലോ തോന്നുന്നത്. ഉറപ്പാണ്? കാഴ്ച കൂടുതൽ എടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഈ ഒരു ആംഗിളിൽ. ഓക്കെയാണ്. ലെഫ്റ്റ് സൈഡാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ റോഡ് നിയമം അനുസരിച്ചിട്ട് കീപ് ലെഫ്റ്റ് എന്നാണ് റോഡിൽ. ശരിയല്ലേ? ഈ വണ്ടി ഒരിക്കലും ലെഫ്റ്റിൽ നിന്ന് അകന്ന് പോകുന്ന അറിയാൻ പറ്റില്ല. ലെഫ്റ്റിലേക്ക് ഇറങ്ങിപ്പോയാലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ മാക്സിമം ഇങ്ങനെ ഒരു വ്യൂ എടുക്കാനേ നോക്കാവുള്ളൂ കേട്ടാ. പോവാം പോട്ടെ. 100-120 പറത്തരുത്. ഒരു 10-80. ഞങ്ങൾക്ക് പേടിയാണ് കേട്ടാ. ചിരിക്കുന്നടാ പറഞ്ഞപ്പോ എന്ത് പറ്റിയടാ? ഓട്ടർ നേരത്തെ ഇനി അതിൽ ശ്രദ്ധിച്ചിരിക്കാതെ നമ്മൾ പകുതിയോളം റോഡിൽ കയറി. ശരിയല്ലേ? ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. പിന്നെ അത് കളിക്കണ്ട, അത് ഓഫ് ആയിക്കോളും. അത് ഓഫ് ആയിക്കോളും. ഒരു 4 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫ് ആവും. കൈ രണ്ടും കയറ്റി പിടിച്ചോ. നോക്കട്ടെ. ഓക്കെ. ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ?
ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക. ഫ്രീ ആക്കിയാ പുറകിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഒരുപാട് നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തല്ലേ ഓടിച്ചു പോകുന്നത് അല്ലേ? പോട്ടെ. ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ കാലോടെ വരണം. ഒന്ന് പതി ആക്സിലേറ്ററിൽ കൊണ്ടുപോകാം. ഒരിത്തിരി വേഗതയൊന്ന് കൊടുത്തു നോക്കിയാൽ. ഹോൺ അടിക്കുന്നവരെ ഓർത്ത് പാനിക്കാവണ്ട, അവര് മാറി പൊയ്ക്കോളും. ശരിയല്ലേ? മുന്നിൽ എന്തുവാ? കുഴി. ആ അതെ, നീങ്ങാനും സമ്മതിക്കണം, സ്ലോ ആകാനും സമ്മതിക്കണം. സത്യത്തിൽ എന്നെക്കാളും അതാണ് ഞാനിപ്പോ ചിന്തിച്ചത്. ആന നന്നായിട്ട് ഓടിക്കുന്നുണ്ടോ? ഞാൻ കണ്ടില്ല. ആ നമ്മുടെ ചങ്കല്ല. അങ്ങനെ ഞാൻ ആനയെ നോക്കുന്നത്. നമ്മുടെ ചങ്ക കൊള്ളാം. മക്കളെ പോട്ടറാ, ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കടാ. നമുക്ക് ഇനി തടസ്സം എന്ന് പറയുന്ന ആരാണ്? ഫ്രീ ആക്കി കൊടുക്കടാ. വണ്ടി മാത്രമേ ഉള്ളൂ തടസ്സം. നോക്കിക്കാൻ ഫ്രീ ആക്കി കൊടു. എന്റെ മോളായി ബ്ലോക്ക് ഉണ്ടാക്കിയത്. കുഴപ്പമില്ല, ഇച്ചിരി ബ്ലോക്ക് ആകട്ടെ. വിട്ടുകൊടുത്തേക്ക്, ബ്രേക്ക് വിട്ടുകൊടുത്തേക്ക്. ഈ വണ്ടിയെ തട്ടാതിരിക്കാൻ നോക്കിയാൽ മതി. വലത്തേക്ക് മോളെ ഇടത്തോട്ട് ശരിയല്ലേ? ഇനി സ്പേസ് എവിടെയാ? ഇടതുവശത്ത്. വണ്ടി ഇടത്തേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കും. ധൈര്യമായിട്ട് കൊണ്ടുപോവാം. ഓക്കെ ആണോ? ഇതാ ഇടത്ത് വന്നോണ്ടിരിക്കല്ലേ, ഇടത്തേക്ക് പോവാതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഫ്രീ ആയിട്ടിരിക്കും. നോക്കുന്നില്ല, റൈറ്റ് ആണ് മക്കള്. ലെഫ്റ്റ് നോക്കുമോനെ, ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാനായിട്ട്. റൈറ്റ് ഒന്നുമില്ല കാണാൻ. ഇവിടെ നിർത്താം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി നിർത്തിക്കുക. ഇതിപ്പോ റോഡില്ല, നോക്കിക്ക്. ആ സ്പേസ് ഉപയോഗിച്ച് നിർത്ത്. ഇത്ര ലെഫ്റ്റ് സ്പേസ് കണ്ട, അതും കൂടെ യൂസ് ചെയ്യും. ഇപ്പോൾ അത് യൂസ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? മോള് റൈറ്റാ നോക്കുന്ന. എനിക്ക് ലെഫ്റ്റിലാ നിർത്തണ്ടേ. മുന്നിലേക്ക് പൂഴി കിടക്കുന്നതിന്റെ അവിടെ ഒരു സ്പേസ് കണ്ട, ലെഫ്റ്റ് സൈഡിൽ വൈഡ് ആയിട്ടൊരു സ്ഥലം കണ്ട. അതെ അവിടെ ആ കാർ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആയിട്ടൊരു സ്ഥലം കണ്ട. എനിക്ക് ആ സ്പേസിലേക്ക് ഒന്ന് മാറി നിൽക്കണം ഈ വണ്ടിയുമായിട്ട്. എവിടുന്ന് വണ്ടി ഈ സ്പേസിലേക്ക് പോകണമെന്ന് നോക്ക്. ഈ കൂന കഴിഞ്ഞാൽ ഈ സ്പേസിലേക്ക് നമുക്ക് ചരിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഈ കൂന വരെ നേരെ പോണം. ഇനി ആ സ്പേസ് കണ്ട വൈഡായിട്ട് കിടക്കുന്നത്, അങ്ങോട്ടേക്ക് എത്തിക്കണം ഈ വണ്ടിയെ. ആ അതെ, അത് തന്നെ. ഇത്തിരൂടെ ബെൻഡ് ചെയ്ത് എളുപ്പം വരും. ഇവിടെ ഇത്തിരൂടെ കണ്ട. ഇനി ഒന്ന് നിർത്ത്. ഇനി ഇവിടെ നിർത്ത്. ഇപ്പൊ തിരിച്ച് നമ്മൾ ഈ സ്പേസിലേക്ക് എത്തിച്ചു വണ്ടിയെ. ഇനി ഇതിനെ നേരെയാക്കുന്ന ജോലിയേ ഉള്ളൂ. അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ നോക്കരുത്. ഒന്ന് നിർത്തിയിട്ട് നോക്ക്. ഇനി വണ്ടി അങ്ങോട്ട് മാറണം. ഒരിത്തിരി ബെൻഡ് കൊടുത്ത് അങ്ങോട്ട് മതി. എന്നിട്ടൊന്ന് നീക്കി നോക്കി, ഇവിടുന്ന് മാറുമോ നോക്കി. മാറുന്നുണ്ടാ? അപ്പൊ കൂടുതൽ ബെൻഡ് കൊടുക്ക്. ഇച്ചിരി മുന്നോട്ട് നീങ്ങട്ടെ. സ്വല്പം മതി, നിൽക്കട്ടെ. ഫ്രീ ആയിട്ടിരിക്കുമോ ഇനി? പക്ഷെ ടെൻഷൻ എടുക്കുന്ന ഒരുപാട്. കണ്ണിപ്പോഴും അങ്ങനെയാ നോക്കിയെടുക്കുന്നത്. ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നോണം കേട്ടാ. അല്ല, അതിപ്പോഴാണ്. നേരത്തെ ഓടിയപ്പോ ഇന്നോവ കണ്ടപ്പോഴത്തേക്ക് ഒരൊറ്റ നിർത്തൽ അങ്ങോട്ട് നിർത്തി കളഞ്ഞില്ലേ. സത്യത്തിൽ നമുക്ക് പോകാൻ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു ഒരുപാട്. റൈറ്റ് ഇൻഡിക്കേറ്റർ കേട്ടാ. നമുക്ക് പോവാം. ഫ്രണ്ടിലെ വണ്ടി നോക്കിക്കേ. ആ കാറിനെ തട്ടാതിരിക്കണമെങ്കിൽ കൂടുതൽ റൈറ്റിലേക്ക് മാറേണ്ടി വരും. ശരിയല്ലേ? എന്നിട്ട് നോക്കിക്കോ, ഈ സ്പേസ് എപ്പോൾ അതിനെ തട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ വണ്ടി സ്ട്രൈറ്റ് ചെയ്തോണം. ഓക്കെയാണ്? അപ്പോൾ പതിയെ പോട്ടെ. ഇച്ചിരി മുന്നോട്ട് നീങ്ങും. മതി, നിൽക്കട്ടെ. പോട്ടെ. ഇനി ബാക്കിലെ വിഷ്വൽ എടുക്കരുത്, നീങ്ങട്ടെ. പതിയെ. ഇനി ഇങ്ങോട്ട് തിരിക്കരുത്. വണ്ടി മുന്നിലേക്ക് വിട്ടുകൊടുക്ക്. അപ്പൊ അറിയാം. വിട്ടുകൊടുക്ക്, ധൈര്യമായിട്ട് വിട്ടുകൊടുക്ക്. ഉരുളട്ടെ. ഇവിടെ മാത്രം വിഷ്വൽ എടുക്കുക. കണ്ട, ഇവിടെ സ്പേസ് ഉണ്ടോ ഇല്ലേ? അപ്പൊ ഇങ്ങോട്ടേക്ക് വരണം വണ്ടി. കണ്ട, നീങ്ങിക്കൊണ്ടിരുന്നോട്ടെ. വന്നില്ലേ? സ്ട്രൈറ്റ് ചെയ്ത്. ഓക്കെയാണ്? ഇനി ബ്രേക്ക് ഫ്രീ ആക്കി കൊടുത്താ പതി. ആക്സിലേറ്ററിൽ നീങ്ങാം. നീങ്ങാ. അപ്പൊ കൊടുക്ക്. അത് ആക്സിലേറ്റർ കൊടുക്ക്. ഫോണൊന്നും എടുത്ത് തലേ വെക്കണ്ട. അടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും നോക്കുകയോ വേണ്ട. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്ത് വണ്ടി ഒന്ന് പതിയെ സൈഡിലേക്ക് ഒതുക്കിക്കുക. ബ്രേക്ക് ചെയ്യരുത്. സൈഡിലേക്ക് വരുന്നില്ലേ? ബ്രേക്ക് ചെയ്യരുതേ. സൈഡിലേക്ക് വരട്ടെ. വന്നിട്ടില്ല ഇപ്പോഴും. അതെ, ഇനി നേരെയാക്ക്.
ഇനി ഒന്ന് പതിയെ ബ്രേക്ക് ചെയ്ത് നിർത്തിക്കുക. നമ്മൾ നീങ്ങാത്തത് കൊണ്ടാണ് പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്നത്. അപ്പൊ അത് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്ക് ഇങ്ങനെ നീക്കാനേ അറിയാവുള്ളൂ. അയാൾക്ക് വേണ്ടി ഞാൻ സ്പീഡ് കൂട്ടിപ്പോയി വല്ലയിടത്തും ഇടിച്ച് കിടക്കേണ്ട കാര്യമുണ്ടോ? വേറെ ആരെങ്കിലും കൊല്ലേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഇങ്ങനെ നീക്കാനേ അറിയാവുള്ളൂ. ഇച്ചിരി മുന്നോട്ട് നീങ്ങട്ടെ. ഓക്കെയാണോ? ആക്ട് ബ്രേക്ക് എന്ന് കാലെടുക്ക്. വണ്ടി നീങ്ങട്ടെ, പോട്ടെ. ഇനി ആവശ്യമില്ലല്ലോ ബ്രേക്ക്, നമ്മുടെ മുന്നിൽ ആരുമില്ല. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ. പതി ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങിയ വണ്ടിക്ക്. ആ ഇച്ചിരിയും കൂടെ ധൈര്യം കാണിച്ചാൽ ഇത് സൂപ്പർ ആയിട്ട് ഓടിച്ചോണ്ട് നടക്കാം. കാരണം അത്രയും നമുക്ക് സേഫ് ആണ് ഈ വണ്ടി, മനസ്സിലായ? പോട്ടെ. ആ വെള്ള കാറ് കിടക്കുന്ന കണ്ട, അത് കഴിഞ്ഞിട്ട് ഒരു മെറ്റില് കണ്ട റോഡില് സൈഡില്, എനിക്ക് അവിടെ ഒതുക്കി നിർത്തണം. അപ്പൊ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. എന്നിട്ട് ആൻ തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും. ഇവിടുന്ന് എവിടുന്ന് സൈഡിലേക്ക് ഒതുങ്ങണമെന്ന് നോക്ക്. അതിന് മുന്നേ ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തരുത്. ആന് ലെഫ്റ്റിൽ തടസ്സമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് വണ്ടിയെ സൈഡിലേക്ക് ഒതുക്കി കൊണ്ടുപോകാം. എവിടെ ഉറപ്പിച്ചിരിക്കുന്നത് നിർത്താൻ? അപ്പൊ അതിനടുത്തേക്ക് കൊണ്ടുപോവാ വണ്ടിയെ. കണ്ടാ? ഒന്ന് ചരിഞ്ഞു വണ്ടി അങ്ങോട്ട്, ശരിയല്ലേ? ഇനി ആ സ്പേസ് വരെ എത്തട്ടെ. ഈ സ്ഥലം യൂട്ടിലൈസ് ചെയ്യും കറക്റ്റ് ആയിട്ട്. ഇതാ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു, ശരിയല്ലേ? മാക്സിമം അങ്ങോട്ട് വന്ന് തുടങ്ങുന്നു എന്നറിയട്ടെ. വരുന്നില്ലേ? ഇനി പതിയെ ഇവിടുന്ന് ലെവൽ ചെയ്ത് എടുത്താ, ഇനി ഇവിടുത്തെ സാധനങ്ങളിൽ ഒന്നും ഇടിക്കാതെ പതിയെ മാറ്റിയെടുത്താൽ മതി. അതിന് ഞാൻ എത്ര വേണേ സമയം എടുത്തു. കൂടുതൽ തിരിക്കാനല്ല. ഇത് കണ്ട, എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി ലെവൽ ചെയ്യും. തിരിച്ചു മാറ്റേണ്ട കാര്യമുണ്ടാ? കാരണം ഇടിക്കാനൊന്നും ഇല്ല അവിടെ. ഇനി സ്പേസ് കിടപ്പുണ്ട് അവിടെ. മോള് റൈറ്റാ ഇപ്പോഴും നോക്കുന്ന, ലെഫ്റ്റ് നോക്കും. പിന്നെ ലെവലായ വണ്ടി ലെവലായാന്ന് ചോദിച്ചത്. അപ്പൊ സ്ട്രെയിറ്റ് ആവണ എന്ത് ചെയ്യണം? ഇപ്പൊ ആയാ? റോഡ് ഇങ്ങനെ സ്ലോപ്പാണ്. ഞാൻ ചോദിച്ചാൽ വണ്ടിയുടെ പ്ലാറ്റ്ഫോം സ്ട്രെയിറ്റ് ആണോന്ന് ചോദിച്ചത്. ടയർ അല്ല, പ്ലാറ്റ്ഫോം സ്ട്രെയിറ്റ് ആണോ? ഉറപ്പല്ലേ? ഇങ്ങനെയല്ലേ പാർക്ക് ചെയ്യണ്ടേ? ഇപ്പോഴും മുന്നിലേക്ക് നോക്കി ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഏത് സ്പേസിലേക്കാണ് പോകുന്നത്, ആ സ്പേസിലേക്ക് നമ്മുടെ വിഷൻ വരേണ്ടത്. നമ്മുടെ വണ്ടി ആ സൈഡിലേക്ക് എത്തിക്കണം. ഓക്കെ, വണ്ടി ആവശ്യത്തിന് അവിടെ എത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അവിടെ ലെവൽ ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലി മാത്രമേ നമുക്കുള്ളൂ. ഫ്രീ ആയിട്ടിരിക്കും. ഒന്നുകൂടെ പോയി നോക്കാം. പോട്ടെ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. അതിന് മുന്നിലേക്ക് നീങ്ങട്ടെ. ബ്രേക്ക് ഫ്രീ ആക്കിക്കോട്ടെ. കാരണം മുന്നിൽ ആരുമില്ല, ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ തട്ടാൻ. പോട്ടെ. ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? ഫ്രീ ആക്കി കൊടുക്കാൻ എന്തിനാ? നമ്മുടെ മുന്നിൽ ആരും ഇല്ലല്ലോ. ഫ്രീ ആക്കിയാ? അപ്പൊ ആക്സിലേറ്ററിൽ കാല് വരട്ടെ. എന്ത് പറ്റി? അങ്ങനെ ഭാരം എടുക്കാതെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തോട്ട് ഒരുത്തം കയറി വരുമ്പോ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഒന്ന് ഹോൺ അടിച്ചേ മോൻ. ബ്രേക്ക് ചെയ്യണ്ട. പോട്ടെ. അയാൾ തന്നെ ആലോചിക്കടാ, ഞാൻ വെറുതെ നടന്നു പോകണം, എന്നെ എന്തിനാണ് ഹോൺ അടിച്ച് പേടിപ്പിക്കുന്നത്? പോട്ടെ പോട്ടെ. അവിടെ കുറ്റി നിൽക്കുന്ന കണ്ട, അതേ അവിടെ അതിന്റെ മുന്നിലായിട്ടൊരു സ്പേസ് കണ്ട. എനിക്ക് അവിടെ നിന്ന് ഒതുക്കി നിർത്തണം ഈ വണ്ടി. പോട്ടെ, ഓടിപ്പോട്ടെ. അപ്പൊ സ്വയം എന്ന് ചിന്തിച്ചു നോക്കിയാ. ചുമ്മാ പോട്ടെ, അങ്ങനെ പേടിക്കാതെ. ഞാൻ ഇവിടെ ഇരിപ്പില്ല, ധൈര്യമായിട്ടിരിക്കും മോളെ. വണ്ടി ഉരുണ്ട് പോട്ടെ. ഇത് ഇവിടുന്നാണ് ആ സ്ഥലം തുടങ്ങുന്നത്, ശരിയല്ലേ? അപ്പൊ ഇത് ഇവിടുന്ന് പതിയെ ബ്രേക്ക് കാല് വെച്ചു. വണ്ടി ഇങ്ങോട്ടൊന്ന് ബെൻഡ് ചെയ്തു, നീങ്ങട്ടെ. ഈ സ്പേസിലേക്ക് ഓടി എത്തുന്നതേ ഉള്ളു, കണ്ട? ഇനി സ്ലോ ചെയ്ത് ഇനി അവിടുന്ന് പുറത്തിറങ്ങാത്ത രീതി ഇതിനെ ലെവൽ ചെയ്ത് കൊടുക്കണം നമ്മൾ. പതിയെ നീങ്ങട്ടെ. എങ്ങോട്ട് ലെവൽ ചെയ്യണം? ആ, ലെവൽ ചെയ്ത് കൊടുക്ക്. അതിന് ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി നേരെയാകുന്നത് വരെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോ അതിന് നേരെയായെന്ന് തോന്നുന്നു അവിടെ വണ്ടി നിർത്തിക്കണം. ആയാ ഇത് കിട്ടുന്നുണ്ടോ? ഇപ്പോഴും ഒരുപാട് ടെൻഷൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോറൽ വരാ ഞാൻ നോക്കിക്കോളാം. ആ ഉറപ്പ് വരെ എന്നെ വിശ്വസിച്ചിരുന്നു. അതിനകത്ത് വെറുതെ അനാവശ്യമായിട്ട് ഒരു വണ്ടി വരുന്ന കാണുമ്പോൾ പേടിക്കരുത്. ഇത് നമ്മുടെ സ്ഥലമാണ്, ഈ സൈഡ്. അതിലേക്ക് ആര് വന്നാലും വേഗത കുറയ്ക്കാൻ അന്നറിയാം, ശരിയല്ലേ? തട്ടുമെന്ന് തോന്നിയാൽ നിർത്താനും അന്നറിയാം. പിന്നെ കൊണ്ടുവന്ന് ഇടിക്കുന്നത് അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടായിരിക്കും അവൻ ഇടിക്കുന്നത്, ശരിയല്ലേ? കാരണം നമ്മുടെ സ്ഥലത്തോട്ട് കയറി വരിക ചെയ്തത് അയാള്, എന്നിട്ടാണ് നമുക്കിട്ട് ഇടിച്ചത്. അപ്പൊ നമ്മുടെ കയ്യിലെ തെറ്റാണ്. അപ്പൊ അതോർത്ത് പേടിക്കണം? വേണോ? അപ്പൊ പോവാം, പോട്ടെ. ഫ്രീ ആയിട്ട് നല്ല ഫ്രീ മൈൻഡിലിരിക്കും. ഇവിടുന്ന് ഇതേ തട്ടാതെ പുറത്തിറങ്ങണം ഈ വണ്ടിയുമായിട്ട്.
ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ചെയ്ത് കൊടുക്കും. ഇട്ടിട്ടുണ്ട്. ബാക്കിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് വണ്ടി ഇവിടുന്ന് പുറത്തിറങ്ങണം, നേരെ ആവണം, നേരെ പോകണം. പോവാം, പോട്ടെ. ബ്രേക്ക് ഫ്രീ ആക്കി മതി. ഇത് തട്ടില്ലാന്ന് ഫ്രീ ആക്കി കൊടുക്ക്, സ്ട്രൈറ്റ് ചെയ്തെടുക്ക് മോളെ. ഇപ്പോഴും എൻ്റെ മോൾ അത് തന്നെ മനസ്സിൽ വെച്ചിരിക്കുന്നു. എൻ്റെ മോള് നോക്കി, ഇവിടെ വിശാലമായിട്ട് സ്ഥലം കിടപ്പില്ല നമുക്ക് ഈ സൈഡിൽ. നീങ്ങി പോട്ടെ, നമ്മൾ അങ്ങോട്ട് ചെന്നാലേ ഒരാൾ മാറി തരുള്ളൂ. ശരിയാണോ? ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? ആക്സിലേറ്ററിൽ കാലുക, പതിയൊന്ന് വേഗത കൊടുക്കും വണ്ടിക്ക്. കൊടുക്ക്, പോട്ടെ പോട്ടെ. ഓൺ അടിച്ചോട്ടെ, ഒരു കുഴപ്പം ഒന്നുമില്ല. മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നമ്മള് മൂന്നുപേരുണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കിയാൽ ലെഫ്റ്റില് സ്ഥലമുണ്ടോ? അപ്പൊ ലെഫ്റ്റിലേക്ക്, അത്രേ ഉള്ളൂ. കണ്ടാ? എന്നിട്ട് സ്ട്രൈറ്റ് ചെയ്തോ, വലത്തേക്ക് പോരുത് വണ്ടിയും കൊണ്ട്. സ്ഥലം കിട്ടിയപ്പോ അവൻ കയറിപ്പോയി, അത്രേ ഉള്ളു. പിന്നെ അവന് വേറെ വഴിയൊന്നും ഒരുക്കി കൊടുക്കരുത് കേട്ടാ. ബ്രേക്ക് വേണ്ട, ബ്രേക്ക് വേണ്ട, ബ്രേക്ക് വേണ്ട, പൊയ്ക്കോട്ടെ മോളെ. ബ്രേക്ക് ഒന്ന് കാലെടുക്കടാ, എന്നിട്ട് പോടാ, പോട്ടെ. എന്തിനാ പേടിക്കുന്നത്? മോള് ബ്രേക്ക് ചെയ്യും തോറും റോഡ് ബ്ലോക്ക് ആവും. കുറച്ച് വേഗത കൊടുക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തേ. എന്നിട്ട് മുന്നിൽ ആ കല്ല് കണ്ട, ഇപ്പൊ ബ്രേക്ക് ചെയ്യരുത്. ആ കല്ല് കടന്നിട്ട് നിർത്തിയാൽ മതി സൈഡിൽ. ഓക്കെ ആണോ? പതിയെ സൈഡിലേക്ക് കൊണ്ടുവന്നേ, കൊണ്ടുപോവാ, സൈഡിലേക്ക് പോവാ, മാക്സിമം സൈഡിലേക്ക് കൊണ്ടുപോവാ. വരട്ടെ, ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോഴും പേടിച്ചിരിക്കുക. ഇത്തിരിയുടെ മുന്നിൽ പോട്ടെ. നമ്മൾ റോഡിൽ വട്ടം നിർത്തിയിരിക്കുക. ഇപ്പം ഇത് ഇവിടെ ഇനി സ്ഥലം ഉണ്ടടാ. ഇച്ചിരിയുടെ മുന്നിലേക്ക് പോട്ടെ. പതിയെ അവിടെ നിൽക്കട്ടെ. ന്യൂട്രലാക്കി കയറി